കേസുകളിൽ കനൽ കോരിയിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. വിദേശ ഇന്ത്യക്കാരായ മാതാപിതാക്കളിൽ ഒരാൾ വിദേശ പൗരത്വമെടുത്താൽ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടാവില്ലെന്ന നിയമം കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇതോടെ വിദേശങ്ങളിലുള്ള പലർക്കും അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. 5 വർഷത്തേക്കാണ് മൈനറായ കുട്ടികൾക്ക് പാസ്പോർട്ട് നൽകുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അപേക്ഷകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പേ കൂടെ താമസിക്കുന്ന മൈനറായ കുട്ടി ഇന്ത്യൻ പാസ്പോർട്ട് ഉടമയാണെങ്കിൽ കുട്ടിയുടെ പാസ്പോർട്ടും അമ്മയുടെയോ അച്ഛന്റെയോ പാസ്പോർട്ടിനൊപ്പം ഇല്ലാതായേക്കും എന്ന ആശങ്കയും അസ്ഥാനത്തല്ല. എയർപോർട്ടിലെത്തുമ്പോൾ മാതാപിതാക്കളിൽ ഒരാളുടേത് വിദേശ പാസ്പോർട്ടും കുട്ടികളുടേത് ഇന്ത്യനുമാണെങ്കിൽ യാത്ര മുടങ്ങുമോ എന്നതാണ് പ്രവാസി കുടുംബങ്ങളെ ആശങ്കയിലാക്കുന്നത്. ഈ വ്യവസ്ഥ 2 ആഴ്ച മുൻപാണ് കർശനമാക്കിയതെന്നാണ് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖേന ലഭിച്ച വിവരം. ലണ്ടനിൽ സ്ഥിരതാമസക്കാരായ ഒരു മലയാളി കുടുംബം ഇളയ കുട്ടിയുടെ പാസ്പോർട്ട് പുതുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം അധികൃതർ അറിയിക്കുന്നത്. കുട്ടിയുടെ മാതാവ് അടുത്തിടെ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിരുന്നു. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ കാർഡുമുണ്ട്. നിയമം കർശനമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയവും ശരിവെച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ കാലാകാലം പുതുക്കുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസും ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാര്യം അറിഞ്ഞിരിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസ്. ഇന്ത്യൻ പൗരത്വ നിയമം 1955 8-ാം വകുപ്പിലെ സബ്സെക്ഷൻ 1 പ്രകാരമാണ് ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നത്. അടുത്ത കാലത്ത് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് സമീപകാലത്ത് വിദേശങ്ങളിലേക്ക് പൗരത്വം ഉപേക്ഷിച്ച് കുടിയേറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ നൽകിയ മറുപടികളിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് പാർലമെന്റിൽ പ്രതിപക്ഷം ഭരണപക്ഷമായി BJP പ്രഹരിക്കാൻ ആയുധമാക്കുകയും ചെയ്തതാണ് വ്യവസ്ഥകൾ കടുപ്പിക്കാൻ കേന്ദ്രത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കും മുമ്പ് ഈ നിയമം അറിഞ്ഞിരിക്കണം എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അതേസമയം ഇത്തരമൊരു കേസിൽ കർണാടക ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ വർഷം വിധി പുറപ്പെടുവിച്ചിരുന്നു. പൗരത്വം സ്വമേധയാ ഇല്ലാതായാൽ രാജ്യമില്ലാത്ത പൗരനായി ഇന്ത്യൻ പ്രവാസി കുട്ടികൾ മാറുമോ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. രാജ്യമുണ്ടായിട്ടും രാജ്യമില്ലാത്ത പൗരന്മാരായി മാറുന്ന സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചതെന്നായിരുന്നു അന്നത്തെ വാദം. 15 വയസ്സുകാരനായ പ്രവാസി കുട്ടിക്ക് പാസ്പോർട്ട് വീണ്ടും നൽകാൻ പാസ്പോർട്ട് കേന്ദ്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയാണ് ഹൈക്കോടതി കേസ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ചാനൽ 91.